നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് തോറ്റു പുറത്തായതിന് പിന്നാലെ ലലീഗയിൽ സ്വന്തം മൈതാനത്ത് റയൽ മാഡ്രിഡിനോടൊരു തോൽവി അത് താങ്ങാനാവില്ല എഫ് സി ബാഴ്സലോണക്ക്. അത് ഏറ്റവും നന്നായിട്ട് ഹൻസി ഫ്ലിക്കിന് അറിയാം. നാളെയാണ് ഈ സീസണിലെ അവസാനത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം. റയൽ മാഡ്രിഡുമായിട്ട് ബാഴ്സ സ്വന്തം മൈതാനത്ത് വെച്ച് രാത്രി 7:45 ഏറ്റുമുട്ടുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ എൽ ക്ലാസിക്കോയുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തെങ്കിൽ എൽ ക്ലാസിക്കോയിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത്. ഇൻറ്റൻസിറ്റി, കളിക്കളത്തിലെ ഇൻറ്റൻസിറ്റി, അതുപോലെ ആധിപത്യം പുലർത്തുന്നത്, ഇതൊക്കെ നോക്കുമ്പോൾ മാഡ്രിഡ് ഒരു ഗ്രേറ്റ് ടീമാണ്. പക്ഷേ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആരാധകരുടെ മുന്നിൽ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്ലെയേഴ്സിനോട് എൽ ക്ലാസിക്കോയെക്കുറിച്ച് ചോദിക്കൂ, അവർക്ക് വിജയിക്കണം. ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ച് 3 പോയിന്റിനായിട്ട് ഞങ്ങൾ പോരാടും. ശരിയാണ്, മാഡ്രിഡ് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും. പക്ഷേ വി വാണ്ട് ടു വിൻ, ദാറ്റ്സ് അവർ മെൻറ്റാലിറ്റി. വിജയിച്ചേ പറ്റൂ, അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ മെൻറ്റാലിറ്റി. ഞങ്ങൾ 2 ടീമുകളും വളരെ മികച്ച ടീമുകളാണ്. നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഹോം അഡ്വാൻറ്റേജ് ഞങ്ങളെ സഹായിക്കുമെന്ന്. ഇതാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരം ബാഴ്സ പരാജയപ്പെട്ടാൽ ലാലിഗ ഓപ്പൺ അപ്പ് ആവും. കാരണം പിന്നെ ഒറ്റ പോയിന്റ് വ്യത്യാസമേ റയലുമായിട്ടുണ്ടാവുകയുള്ളൂ. അതല്ല, റയലിനെ തോൽപ്പിക്കാൻ ബാഴ്സക്കായാൽ തീർച്ചയായിട്ടും ആ കിരീടം ഏതാണ്ട് അവരുടെ കയ്യിലിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.